പാടി സ്തുതിക്കും. രാവിലും പകലിലും സന്ധ്യയ്ക്കേതു നേരത്തും എല്ലാ നാളും പാടി സ്തുതിക്കും. കർത്താവേ നിൻ ക്രിയകൾ എന്നുമെന്റെ ഓർമ്മയിൽ ഇന്നുമെന്നും പാടി സ്തുതിക്കും. രാവിലും പകലിലും സന്ധ്യയ്ക്കേതു നേരത്തും എല്ലാ നാളും പാടി സ്തുതിക്കും. രാവിലും പകലിലും സന്ധ്യയ്ക്കേതു നേരത്തും എല്ലാ നാളും പാടി സ്തുതിക്കും. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ധനികനായ ഒരു യുവാവ് കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? മത്തായി 19:16. യേശുവിനോട് പറഞ്ഞു, കൽപ്പനകൾ എല്ലാം പ്രമാണിക്കണം. യുവാവ് പറഞ്ഞത്, ഞാൻ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നുണ്ട്, എങ്കിലും നിത്യജീവൻ ലഭിക്കുമോ എന്ന് സംശയമുണ്ട്. പിന്നെ എന്ത് കുറവാണ് എനിക്കുള്ളത്? നിത്യജീവന് തടസ്സമായി അവന് ഒരു കുറവ് ഉണ്ട് എന്ന് യേശു കണ്ടു, അവൻ്റെ സമ്പത്തിലുള്ള ആശ്രയം. യേശുവിനോട് പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. 19:21. ധനത്തോടുള്ള അവൻ്റെ അമിത ആസക്തിയായിരുന്നു നിത്യജീവന് തടസ്സമായി നിന്നത്. നിത്യജീവനേക്കാൾ വിലയുള്ളതായി അവൻ കണ്ടത് തൻ്റെ സമ്പത്തിൽ ആയിരുന്നു. തന്മൂലം കർത്താവ് പറഞ്ഞത് അനുസരിക്കുവാൻ മനസ്സില്ലാതെ ദുഃഖിച്ച് മടങ്ങിപ്പോയി. നമുക്ക് ജീവിപ്പാൻ പണം ആവശ്യമാണ്, അതിനായി കരുതുകയും വേണം. എന്നാൽ നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം വർണ്ണിക്കുവാൻ പ്രയാസമാണ്. അത് അനുഭവിച്ചറിയുവാനേ സാധിക്കൂ. ദ ജോയ് ഓഫ് ഗിവിങ് ആൻഡ് ദ ജോയ് ഓഫ് ഷെയറിങ്. കൊടുക്കുന്നതിലും പങ്കുവയ്ക്കുന്നതിലും ഉള്ള സന്തോഷം. മതങ്ങളുടെ പഠിപ്പീരുകളിൽ എല്ലാം പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചും ദാനം നൽകുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ മിക്കവരും അതിന് പ്രാധാന്യം നൽകാറില്ല. പേരും പെരുമയും ഉണ്ടാകുന്നതിന് ധാരാളം പലതും ചെയ്യുവാൻ ശ്രമിക്കും. തൊട്ടതെല്ലാം പൊന്നാക്കി വളർന്നു വന്ന ഒരു വ്യാപാരി കയ്യിൽ പണം കുമിഞ്ഞുകൂടി. എന്നാൽ നാളുകൾ കഴിയും തോറും അയാൾ അസംതൃപ്തനും വിഷാദമൂകനുമായി. കാരണം അയാൾക്ക് അജ്ഞാതവുമായിരുന്നു. സ്വയം ഈ വ്യാപാരി പറഞ്ഞു, പണം കൊണ്ട് നേടാവുന്നത് എല്ലാ സുഖസൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ഞാൻ നേടിക്കഴിഞ്ഞു. പക്ഷെ ഇവയ്ക്കൊന്നും തന്നെ എനിക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നില്ല. എന്താണതിന് കാരണം? അയാൾ പാർക്കുന്ന പട്ടണത്തിൻ്റെ പ്രാന്തത്തിൽ ഒരു ആത്മീക യോഗി പാർക്കുന്നതായി വ്യാപാരി അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ദൂരദേശത്ത് പോലും എത്തിയിരുന്നു. ധനവാനായ വ്യാപാരി യോഗി ആദരപൂർവ്വം തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ മുൻപിൽ വ്യാപാരി തൻ്റെ പ്രശ്നം അവതരിപ്പിച്ചു. എനിക്കെല്ലാം ഉണ്ട്, എന്നാൽ യഥാർത്ഥ ശാന്തിയും സന്തോഷം അനുഭവിപ്പാൻ കഴിയുന്നില്ല. യോഗി താൻ ഇരിക്കുന്ന ഇടത്തിൻ്റെ ചുറ്റുപാടുകളിലേക്കും കണ്ണോടിച്ചു. ഒരു മുറിയിൽ നഗരത്തിൻ്റെ കാഴ്ചകൾ മുഴുവൻ കാണുന്ന ഒരു കണ്ണാടി ജനലും ആ മുറിയിൽ തന്നെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വലിയ നിലക്കണ്ണാടിയും കണ്ടു. അദ്ദേഹം ആതിഥേയൻ്റെ കൈ പിടിച്ച് ആ മുറിയിലേക്ക് കൊണ്ടുപോയി. ജനാലയുടെ കണ്ണാടിയിൽ കൂടി പുറത്തേക്ക് നോക്കുവാൻ പറഞ്ഞിട്ട് എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. വ്യാപാരി പറഞ്ഞു, ഞാൻ ധാരാളം മനുഷ്യരെ കാണുന്നു. പിന്നീട് യോഗി അയാളെ നിലക്കണ്ണാടിയുടെ മുൻപിൽ നിർത്തിയിട്ട് ചോദിച്ചു, ഇപ്പോൾ എന്ത് കാണുന്നു? വ്യാപാരി പറഞ്ഞു, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നു. യോഗി ഇങ്ങനെ വിശദീകരിച്ചു, ജനാലയിലും നിലക്കണ്ണാടിയിലും ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നിലക്കണ്ണാടിയുടെ ഗ്ലാസിൻ്റെ മറുവശത്ത് വെള്ളി പൂശിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ വെള്ളി അധികമായി ഉണ്ടാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളെ മാത്രമേ കാണുകയുള്ളൂ. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ മറ്റുള്ളവരെ കാണുവാൻ തയ്യാറാകണം. ഒരു വലിയ സത്യമാണ് യോഗി തന്നെ പഠിപ്പിച്ചത് എന്ന് വ്യാപാരിക്ക് ബോധ്യം വന്നു. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് വ്യാപാരി നഗരത്തിൽ കൂടി നടന്നു. ആദ്യമായി അയാൾ സ്വന്തം സുഖവും സ്വന്തം നേട്ടവും മറന്നു. മറ്റുള്ളവരിലേക്ക്, അവരുടെ ആവശ്യങ്ങളിലേക്ക് തൻ്റെ ശ്രദ്ധ പതിപ്പിച്ചു. പാവപ്പെട്ടവരും ആഹാരം ഇരക്കുന്നവരും
അലഞ്ഞു നടക്കുന്നവരുമായി അനേകരെ താൻ കണ്ടു. അവരുടെ വേദന മനസ്സിലാക്കി തൻ്റെ സമ്പാദ്യം ആവശ്യത്തിലിരിക്കുന്നവരും ആവശ്യത അനുഭവിക്കുന്നവരും വിശക്കുന്നവരുമായി ജനങ്ങൾക്ക് പങ്കുവെക്കുവാൻ വ്യാപാരി തയ്യാറായി. തൻ്റെ ഭക്ഷണത്തിന് മറ്റാവശ്യങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം മാറ്റിവെച്ചിട്ട് ബാക്കിയെല്ലാം പങ്കുവച്ചു. അതോടെ വ്യാപാരിയുടെ നിരാശയും വിഷാദവും മാറി. അദ്ദേഹം ഉല്ലാസവാനായി. വെള്ളിയും പൊന്നും ഉണ്ടാകുമ്പോൾ പലരും സ്വയത്തിലേക്കും സ്വാർത്ഥതയിലേക്കും ചുരുങ്ങിപ്പോകും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കരനീട്ടുവാൻ കഴിയാതെ പോവുകയും ചെയ്യും. ധനം സ്വരൂപിച്ച് വയ്ക്കുന്നത് കൊണ്ട് സന്തോഷമോ ശാന്തിയോ ലഭിക്കില്ല. എപ്പോഴും ചിന്തിക്കുന്നത് കൂടുതൽ നേടിയെടുക്കണം, സമ്പാദിക്കണം, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കണം എന്നായിരിക്കും. കർത്താവ് യുവാവിനോട് പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. മത്തായി 19:21. ആദിമസഭ അവർക്കുള്ളത് പങ്കുവച്ചു. സഭയും വിശ്വാസിയും പങ്കുവയ്ക്കുന്നവരായിരിക്കണം. ഇവിടെ പങ്കുവയ്ക്കുന്നത് സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപമായി കർത്താവ് വരവ് വെക്കും. അതുകൊണ്ട് ആവശ്യത്തിലും ഭാരത്തിലുമുള്ളവരെ നമുക്ക് കരുതുകയും അവർക്ക് വേണ്ടി കരം തുറക്കുകയും ചെയ്യാം. കർത്താവേ, സഹോദരങ്ങളെ സ്നേഹിച്ച് അതിൽ കൂടി ഉയരുന്ന ത്യാഗത്തിനായി കരുനീട്ടുവാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. സൂര്യചന്ദ്രതാരത്തെ ഉന്മയറ്റമറ്റൊരേ അംഗിനങ്ങൾ വാഴ്ത്തി സ്തുതിക്കും. പാപത്തിന്റെ കാലത്തിൽ നിന്നും വീണ്ടെടുത്തിന്റെ ക്രിസ്തുവാകും ഭാരമേണ്ടത്തെ. സൂര്യചന്ദ്രതാരത്തെ ഉന്മയറ്റമറ്റൊരേ അംഗിനങ്ങൾ വാഴ്ത്തി സ്തുതിക്കും. പാപത്തിന്റെ കാലത്തിൽ നിന്നും വീണ്ടെടുത്തിന്റെ ക്രിസ്തുവാകും ഭാരമേണ്ടത്തെ. പാപത്തിന്റെ കാലത്തിൽ